ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹദീസ് ടീച്ചിങ് വേൾഡിൻ്റെ പദ്ധതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ നല്ലൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു ചെറിയ ഷോപ്പിംഗ് ഹാളാണ്. ഞാൻ എന്നൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ. ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു ടേപ്പാണ്. ആദ്യമേ നമുക്ക് സിമ്പിൾ ഐറ്റംസിൽ നിന്ന് തുടങ്ങാം. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടേപ്പാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് ടേപ്പില്ലേ, സീലിംഗ് ടേപ്പ് ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ത്രെഡ് അല്ലല്ലോ, ലേസാണ്. അതെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും ബോർഡറായിട്ടൊക്കെ കൊടുക്കുന്നതും ഒക്കെ ഉള്ള ഒരു ഗ്ലിറ്റർ സിൽവർ ലേസാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ഉടുപ്പിന് എനിക്കൊരു ഫ്ലവർ ഉണ്ടാക്കി വെക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതിന് വാങ്ങിച്ച ഒരു ലേസാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ കൂടെ ഒരു പിന്നും കിട്ടും. ഈ പിന്ന് വെച്ച് നമുക്കിങ്ങനെ കുത്തി വയ്ക്കാം കേട്ടോ. ഇത് കുത്തി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു പേഴ്സാണ് ഇത്. എനിക്കെല്ലാം ഇത് ബോയ്സിൻ്റെ കുറച്ച് പേഴ്സാണ് കേട്ടോ. സോ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ബട്ടൺസൊക്കെ ആയിട്ട്. പിന്നീട് ഒരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, അങ്ങനെ അവിടെ എത്രയും കഴിഞ്ഞു. പിന്നീട് ഇവിടെ ഇല്ലേ ഞാനിപ്പോൾ കാണിച്ചു സാർ. പിന്നീട് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ടോട്ടൽ 5 കമ്പാർട്ട്മെൻറ്റ് ആണെന്ന് തോന്നുന്നു. വുഡ്ലാൻഡിൻ്റെ ഒരു പഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ. പിന്നീട് ഒരു കോക്ക്, ഷട്ടിൽ കളിക്കാത്ത എനിക്കെന്തിനാണോ കോക്ക്. 2 കോക്കുണ്ടേ, 2 കോക്ക്. അതുപോലെ തന്നെ ഒരു പെന്ന് വാങ്ങിച്ചു കേട്ടോ. ഒന്നല്ല, 10 പെന്ന് മേടിച്ചു. സോ ഈ പെന്ന് മണപ്പേനയാണ്, ബബിൾ കം പേന എന്നൊക്കെ ഇവിടെ പറയും. സോ പിന്നീട് ഒരു എന്താ പറയുക, എൻ്റെ പേരെന്തുവായിരുന്നു സാധനം, പ്രീമിയർ കട്ടർ. അത് തന്നെ എന്തോ ഒരു സാധനമാണ്, ഒരു കട്ടറാണ്, പേപ്പർ കട്ടറിൻ്റെ കുറച്ച് വലിയ വേർഷൻ. 40 രൂപയാണ് ഗൈസിൻ്റെ വില വന്നിട്ടുള്ളത്. സോ ഇതിവിടെ പലപ്പോഴും ആവശ്യം വരാറുണ്ട് ഉമ്മച്ചിക്കൊക്കെ. കണ്ടോ ഗൈസ്, വലിയ പേപ്പർ കട്ടറാണ്. സോ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ടോ, കുട്ടികളാരും ഇത് അനുകരിക്കരുത്. ഓക്കെ, ഇത് താത്താൻ വലിയ ബുദ്ധിമുട്ടില്ല, താത്താൻ കുഴപ്പമില്ല. ഇത് കുറച്ച് സ്ട്രോങ് അല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ബുണ്ടുകളൊക്കെ കാണും. ഇതിൻ്റെ അടിയിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഇങ്ങനെ തന്നെ ഇല്ല കേട്ടോ, ഇങ്ങനെ തന്നെ. ഇങ്ങനെ തന്നെ. അയ്യോ, ഇപ്പം പിന്നീടൊരു മെഹന്തി സ്റ്റിക്കർ ഗായ്സ്. ഇതിൻ്റെ ഡിസൈനൊന്നും വലിയ കൊള്ളത്തില്ല. പിന്നീട് ഞാനൊരു 5 രൂപയ്ക്ക് കിട്ടിയപ്പോൾ എടുത്തതാണ്. 5 രൂപയ്ക്കുള്ളതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ ഇളവിരിക്കുകയാണേ. പക്ഷെ ഇത് ഭയങ്കര കുഞ്ഞിതായിപ്പോയ പോലെ ഒരു തോന്നൽ. കണ്ടോ, കൊച്ചു കഴിക്കേ പറ്റുള്ളൂ. കണ്ടോ, എന്തായിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ അരച്ച മൈലാഞ്ചി ഇട്ട് നോക്കാം കേട്ടോ. ഞാൻ വീഡിയോ ഇടാം പറ്റുകയാണെങ്കിൽ. പിന്നീടുള്ളത് ഒരു കൊച്ചു പേഴ്സാണ്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. 10 രൂപ എന്തുകൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റിക്കറൊക്കെ ഞാൻ വലിച്ചത് കളഞ്ഞു. കണ്ടോ, ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന, സിപ്പ് ചെയ്യുന്ന പൗച്ച്. സിപ്പ് മീൻസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അടയ്ക്കുന്ന പൗച്ച്. സോ ഇത് തന്നെ ഞാൻ നാളെ ട്യൂഷന് കൊണ്ടുപോകാൻ പോകുന്ന പൗച്ച്. ഓക്കെ ഗൈസ്, അമ്മ ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല. സോ ഓക്കെ, അങ്ങനെയുള്ള ഒരു പൗച്ച് കേട്ടോ. പിന്നീട് കുറച്ച് ഫാബ്രിക് ഗ്ലിറ്റർ ഗ്ലൂസാണ് ഉള്ളത്. ഒരു പർപ്പിൾ, ഒരു പിങ്ക്, ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ. ഞാനിത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കളറ്. പിന്നീട് വന്നിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അടച്ച് തുറന്നൊക്കെ ചെയ്യാൻ. മൊത്തം ഗ്ലിറ്ററാണ്, ഫുൾ ഓഫ് ഗ്ലിറ്റേഴ്സ്. പിന്നീടുള്ളതാണ് പിന്നീടുള്ള ഒരു കളറാണ് ഒരു പർപ്പിൾ എന്ന് നമുക്ക് പറയാൻ കണ്ടത്. ഈ ഒരു കളർ, ആ ഒരു കളർ. സോ ഇതിലെല്ലാത്തിലും ഗോൾഡൻ കളർ സീക്വൻസ് ആണ് വരുന്നത്. പിന്നീടുള്ളത് പിങ്ക്.
പിങ്ക് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ്. പിങ്ക് കട്ടായി പോയാ. പിങ്കിൽ ഹോളില്ല കേട്ടോ. പിങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ പിങ്ക് ഒരെണ്ണം. അപ്പോൾ അത് 3 പിന്നീടുള്ളത് ഒരു കാജലാണ് ഗായ്സ്. കാജൽ വന്നിട്ടുള്ളത് ഈ ഒരു കാജലാണ് കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഒരു സംഭവം കൂടി ഉണ്ട്. സോ ഇതിങ്ങനെ തുറക്കുമ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാജൽ തന്നെയാണ് വരുന്നത്. ഇത് എഴുതാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അതിപ്പോൾ കാണാനില്ല. കൊള്ളാമല്ലേ? എന്നിട്ട് രസമായിട്ടാണ് ഇഷ്ടപ്പെട്ടു. കട്ട കറുപ്പാട്ടോ. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഐടെക്സിൻ്റെ ആണ്. ഇതാണ് മുമ്പ് കാലത്തൊക്കെ ഉള്ളവർ ഉപയോഗിച്ചിരുന്ന എന്താ പറയുക ഇതെന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഇതാണ് കേട്ടോ. ഇത് ക്ലിപ്പ്. ഇതിന് ഏകദേശം 40 രൂപയാണ് കേട്ടോ. 40 രൂപ. പിന്നീട് ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലിറ്റർ ഗ്ലൂവിൻ്റെ ബ്ലൂവും കൂടെ ഉണ്ട്. കുറേ കളറങ്ങ് എടുത്ത് കണ്ടോ. ഈ ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളി കളർ ബ്ലൂ. സെറ്റ്. ഓക്കെ, ഇതിന് 25 രൂപയാണ് ഒരെണ്ണത്തിന്. പിന്നീടുള്ളത് ഒരു സിസേഴ്സാണ്. സിസേഴ്സ് ഞാൻ വേണം എന്ന് കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നീട് 3 ഗ്ലൂസ് മേടിച്ചു കിട്ടും. ഇത് കുറച്ച് എൻ്റേന്ന് തന്നെ താഴെ വീണ് ഡാമേജ് ആയിപ്പോയി. പിന്നീട് ഒരു ഫെവിഗമ്മാണ്. ഇത് രണ്ടും എന്താ പറയുക സ്ക്രൂ ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ക്രൂ ഗ്ലൂ. ഇത് ഫെവിഗം. അങ്ങനെ 4 ഗ്ലൂസ് വാങ്ങിച്ചു. പിന്നീട് ഒരു ക്ലിപ്പ് ഉണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള 2 ക്ലിപ്പുകൾ. അതെ, ഇതുപോലുള്ള 2 ക്ലിപ്പുകൾ. എന്ത് പാടില്ലേ, ഇതുപോലുള്ള 2 എണ്ണം മേടിച്ചു. കണ്ടു, കുട്ടായിട്ടുള്ള 2 എണ്ണം. ഇവിടെ ഒരു കട്ടർ വാങ്ങിച്ച്. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ മേടിച്ചു ഗൈസ്. കണ്ടു. അങ്ങനെ ഒരു ഐബ്രോ പെൻസിൽ. ഇത് ഡാസ്ലറിൻ്റെ ആണ്. കൂടുതലും 1 അല്ല 2 എണ്ണം വാങ്ങിച്ചു. പിന്നീട് ഒരു കുട്ടി ഫയല് കണ്ടു. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചത് ഒരു ബ്രഷാണ് കേട്ടോ. ഒരു മേക്കപ്പ് ബ്രഷ് പോലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രഷാണ്. ഇത് ഭയങ്കര സോഫ്റ്റുമാണ്. എന്താ പറയുക, ബാബില എന്ന് പറയുന്ന ഫാൻ ബ്രഷാണ് കേട്ടോ. കണ്ടു ക്യൂട്ടായിട്ടില്ലേ? രസമുണ്ട്. പിന്നീട് ഒരു ബ്രഷിൻ്റെ ഒക്കെ ഒരു സെറ്റ് വാങ്ങിച്ചു. മേക്കപ്പ് ബ്രഷ് 25 രൂപയേ ഉള്ളൂ കേട്ടോ ഇതിന്. സോ നമ്മൾ ഇതിനെ പൊട്ടിക്കുമ്പോൾ ഇതിൽ വരുന്നത് ഇത്രയും ബ്രഷസാണ് വരുന്നത്. ഭയങ്കര അടിപൊളിയാണ്. ഇതൊരു നമ്മുടെ നോർമലായിട്ടുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ ഒരു കോമ്പാക്റ്റ് ഒക്കെ ഇടുന്ന ബ്രഷ്. ഇത് പിന്നെ നമ്മുടെ ഐ ഷാഡോസ് ഒക്കെ ഇടുന്ന ബ്രഷ്. ഇത് ലിപ്സ്റ്റിക്ക് ഇടുന്ന ബ്രഷ്. ഓക്കെ. പിന്നീട് ഇത് നമ്മൾ ഇങ്ങനെ പിരികമൊക്കെ ഇങ്ങനെ ഒക്കെ എഴുതുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ബ്രഷ്. പിന്നീട് ഇത് പിരികം കോംബ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന ബ്രഷ്. സോ അങ്ങനെ ഇല്ല 4 എണ്ണം അല്ലേ, 1 2 3 4 5 ബ്രഷിൻ്റെ സെറ്റാണ് ഇവിടെ നമുക്ക് വരുന്നത്. 25 രൂപയെങ്ങാണ്ട് ഇതിനുള്ളൂ. അപ്പം എന്തായിരുന്നാലും ലാഭമാണ്. പിന്നീടുള്ളത് 2 കാജൽസ് വാങ്ങിച്ചു ഗൈസ്. 2 കാജൽസ്. ഇത് വന്നിട്ട് ഐടെക്സിൻ്റെ തന്നെയാണ് കേട്ടോ. സ്റ്റാൻഡ് കാജലാണ്. കണ്ടോ, ഇതുപോലുള്ള സ്റ്റാൻഡ് കാജലല്ലല്ലോ, എന്തോ പറയുക. ഇത് എന്തുവായിരുന്നു ഇപ്പോൾ അതിന് പറയുന്ന പേരും മറന്നുപോയല്ലോ. എന്തോ ഒരു പേര് പറയും. സ്റ്റിക്ക് കാജൽ. അത് തന്നെ നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ചെഴുതുന്ന പെൻ പോലത്തെ കാജൽ. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ സാധനമായിരുന്നു. ഇത് ഈ ഇൻറ്റൻസിൻ്റെ ഒരു കാജലും വാങ്ങിച്ചു കേട്ടോ. ഇൻറ്റൻസ് അല്ല, ഇതൊരു കളർ സെൻസിൻ്റെ ഏതൊരു ബ്രാൻഡിൻ്റെ ഇങ്ങനെയുള്ളൊരു കാജലും വാങ്ങിച്ചു. ഇങ്ങനെയുള്ളൊരു കാജൽ. ഇതിൻ്റെ അകത്താകുമ്പോൾ തോനെ കാജലുണ്ട്, പക്ഷേ ഭയങ്കര തിന്നായിട്ടുള്ള കാജലാണെന്നേ ഉള്ളൂ.
സോ ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോണത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ അകത്ത് റിച്ച് ബ്ലാക്ക് ലോങ് സ്റ്റേ 24 hour സ്റ്റേ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ പ്രൂഫ് ആണെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ. ഇതിന് ഏകദേശം 60 രൂപ വില വരുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.